Degree second semester BS Sociology Module 1 Part 2 Features of Indian Society. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഇൻഡോളജിക്കൽ അപ്രോച്ചിനെ കുറിച്ചായിരുന്നു. ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള പഠിക്കുന്ന സാമൂഹ്യ ശാസ്ത്ര ശാഖയാണ് ഇൻഡോളജി എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇതിൽ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു വരുന്നത് വിവിധ തരം അപ്രോച്ചുകളെ കുറിച്ചാണ്. ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതായ ഓരോ സമീപനങ്ങളെക്കുറിച്ചും ഓരോ വിശകലന രീതികളെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിന് ആദ്യമായി നമ്മൾ ഇൻഡോളജിക്കൽ അപ്രോച്ചാണ് കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു വെച്ചത്. ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു വരുന്നത് സോഷ്യോളജിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ അപ്രോച്ചിനെ കുറിച്ചാണ്. അതിനു മുമ്പായി നമുക്ക് ഓറിയൻ്റലിസം എന്താണെന്നൊന്ന് പരിചയപ്പെടാം. ഇന്ത്യൻ സമൂഹത്തെയും സംസ്കാരത്തെയും ഗുണകരവും ക്രിയാത്മകവുമായി പഠന വിധേയമാക്കിയവരാണ് ഇൻഡോളജി ചെയ്യുന്നതെങ്കിൽ ഇന്ത്യക്കാരെയും പൗരസ്ത്യ ചിന്തകളെയും മോശമായി വിലയിരുത്തുന്ന പടിഞ്ഞാറൻ രീതിയെയാണ് ഓറിയൻ്റലിസം എന്ന് പറയുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് ഇൻഡോളജിക്കൽ അപ്രോച്ചിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ കഴിയാം ഇൻഡോളജി എന്നുള്ളത് ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുമൊക്കെ ഇതിൻ്റെ സംസ്കാരത്തെക്കുറിച്ചും ഒരു നല്ല രീതിയിൽ നോക്കിക്കാണുന്ന രീതിയെയാണ് നമ്മൾ ഇൻഡോളജി എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ അതിന് വിപരീതമായി ഓറിയൻ്റലിസം എന്നുള്ളത് ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സംസ്കാരത്തെയും ഈ പൗരസ്ത്യ ചിന്തകളെയുമൊക്കെ മോശമായി ചിത്രീകരിക്കുന്ന പടിഞ്ഞാറൻ കാഴ്ചപ്പാടുകളെയാണ് പടിഞ്ഞാറൻ രീതിയാണ് ഓറിയൻ്റലിസം. ഇന്ത്യയുടെ ആത്മീയ സംസ്കാരത്തിന് ഇൻഡോളജിസ്റ്റുകൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇന്ത്യയുടെ ഭൗതികമായ പാരമ്പര്യത്തിനും സംസ്കാരത്തിനുമാണ് ഓറിയൻ്റലിസ്റ്റുകൾ പ്രാമുഖ്യം നൽകുന്നത്. മാക്സ് മുള്ളറിൻ്റെയും മാക്സ് വെബറിൻ്റെയും രചനകളിൽ ഓറിയൻ്റലിസ്റ്റ് വീക്ഷണങ്ങളെ നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ ആദ്യം തൊട്ട് മുമ്പ് ഇൻഡോളജിക്കൽ അപ്രോച്ചിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് എന്നുള്ളതാണ്. എന്താണ് സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് എന്നുള്ളത്? അപ്രോച്ച് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു വെച്ചതാണ്. വിശകലന രീതിക്കാണ് അപ്രോച്ച് എന്നുള്ളത് പറയുക എന്നുള്ളത് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. സമൂഹത്തിൻ്റെ ഘടനാപരമായ സവിശേഷതകളെയും നിർവഹണപരമായ കാര്യങ്ങളെയുമാണ് സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് പ്രാധാന്യം നൽകുന്നത്. സമൂഹത്തിലെ ഘടനകൾക്കിടയിൽ ബന്ധങ്ങളുടെ ക്രമീകരണമാണ് സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ സമൂഹം നിലനിൽക്കുന്നത് വിവിധ സ്ട്രക്ചറിലാണ്. ഫാമിലി, ഈ സമൂഹത്തിൻ്റെ ഏറ്റവും ബേസ് യൂണിറ്റ് എന്നുള്ളത് ഫാമിലിയാണ്. ഒരു ഫാമിലിയിൽ നിന്നും വികസിച്ച് ആ ഫാമിലി വളർന്ന് വലുതാകുമ്പോഴാണ് ഇങ്ങനെ സമൂഹമായി രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ ഒരു കൃത്യമായ ഘടനകളുണ്ട് സമൂഹത്തിന്. ഇതിൻ്റെ ഓരോ സ്ട്രക്ചറും അതിൻ്റേതായ ധർമ്മങ്ങൾ നിർവഹിക്കുമ്പോഴാണ് സമൂഹത്തിൻ്റെ കൃത്യമായ മുന്നോട്ടുള്ള ചലനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും അതിൻ്റെ ഓരോ സ്ട്രക്ചറിൽ വരുന്ന അതിൻ്റെ ഫങ്ഷനുകളെ കുറിച്ചുമുള്ള പഠിച്ച് സമൂഹത്തെ വിലയിരുത്തുന്ന രീതിയാണ് സ്ട്രക്ചർ ഫങ്ഷണൽ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കിയിട്ട് വരുന്നത് സമൂഹത്തിൻ്റെ ഘടനാപരമായ സവിശേഷതകൾ അഥവാ സ്ട്രക്ചർ, ഘടനാപരമായ സവിശേഷതകളും നിർവഹണപരമായ കാര്യങ്ങളുമാണ് സ്ട്രക്ചർ ഫങ്ഷണൽ അപ്രോച്ച് പ്രാധാന്യം നൽകുന്നത്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഘടനാ സവിശേഷതമായ സാമൂഹിക ഘടനകളാൽ നിർമ്മിതമാണ്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഘടന സവിശേഷമായ സാമൂഹിക ഘടകങ്ങളാൽ നിർമ്മിതമാണ്. ജാതി സംവിധാനം, ഗ്രാമീണ സമുദായങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ക്രമീകരണങ്ങൾ, മതവിശ്വാസ സംഹിതകൾ എന്നിവയെല്ലാം ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രത്യേകതകളാണ്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഈ പ്രത്യേകതകളുടെ നിലനിൽപ്പും വ്യത്യസ്ത സമൂഹങ്ങൾക്കിടയിലെ ഇവയുടെ താരതമ്യവുമാണ് ഈ അപ്രോച്ചിൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. ഇന്ത്യൻ സമൂഹത്തിൽ നമുക്കറിയാം ജാതി സംവിധാനങ്ങളുണ്ട്. ഒരു കൃത്യമായ ഓരോ തട്ടുകളാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ നിലനിൽപ്പുണ്ടായിരുന്നത്.
പിന്നെ മതവിശ്വാസം, അതിൻ്റെ ആചാരങ്ങൾ, ഓരോ മതത്തിൻ്റേതായ കൾച്ചറുകൾ, സംസ്കാരങ്ങൾ, ഇതൊക്കെ അടങ്ങിയതാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഘടന എന്നുള്ളത്. അപ്പോൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഈ പ്രത്യേകതകളുടെ നിലനിൽപ്പും വ്യത്യസ്ത സമൂഹങ്ങൾക്കിടയിൽ ഇവയുടെ താരതമ്യവുമാണ് ഈ അപ്രോച്ചിൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. രണ്ട് മതസമൂഹം ഇവിടെ ജീവിക്കുമ്പോൾ ഓരോ സമൂഹങ്ങൾക്കിടയിൽ ഓരോരുത്തരും അവരുടേതായ കൾച്ചറും സംസ്കാരവുമായി ജീവിക്കുമ്പോൾ മറ്റുള്ളവരോടുമായുള്ള ഇടപഴകൽ, ഇങ്ങനെ തുടങ്ങിയുള്ള സമൂഹങ്ങൾക്കിടയിൽ ഇവയുടെ താരതമ്യമാണ് ഈ അപ്രോച്ചിൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. വ്യക്തികളുടെ സാമൂഹികമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് സാമൂഹിക സ്ഥാപനങ്ങളാണ്. ഓരോ സ്ഥാപനവും കൃത്യമായ നിർവഹണങ്ങൾ നിറവേറ്റുമ്പോൾ സമൂഹം ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് ചൂണ്ടിക്കാണിക്കുന്നു. ഓരോ സമൂഹം കൃത്യമായ ഘടനകളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുമ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരു യൂണിറ്റാണ് ഫാമിലി. ഒരു കുടുംബത്തിൽ നിന്നാണ് ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു സാമൂഹികമായി ജീവിക്കേണ്ടത് എന്ന് പഠിക്കുന്നത്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നിറവേറ്റേണ്ട ദൗത്യങ്ങളും ബാധ്യതകളും കടമകളും ഒക്കെ ഒരു കുട്ടി മനസ്സിലാക്കുന്നത് ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ ഫാമിലിയാണ് ഒരു മനുഷ്യനെ സാമൂഹിക ജീവിയായി വളർത്തുന്നതിൽ ഏറ്റവും പ്രധാനമായ ധർമ്മം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹികമായി ജീവിക്കുമ്പോൾ ഒരു വ്യക്തി, ഒരു ഫാമിലി സമൂഹത്തിൻ്റെ ഘടനയിൽ, സാമൂഹികമായ ജീവിതശൈലിയിൽ ഒരു ഫാമിലി, ഒരു കുടുംബത്തിന് വളരെയധികം ദൗത്യങ്ങളുണ്ട്. അതുപോലെയാണ് രാഷ്ട്രീയം, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. ഒരു വ്യക്തിക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസത്തിന് പുറമെ അവന് വേണ്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ ജീവിത രീതിക്ക് ആവശ്യമായ ജീവിക്കാൻ ആവശ്യമായ സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഒരു സാമൂഹിക സ്ഥാപനമാണ്. അതുപോലെ തന്നെയാണ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, രാഷ്ട്രീയ പാർട്ടികളൊക്കെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ സാമൂഹിക സ്ഥാപനമാണ്. അതുപോലെ തന്നെ വിവാഹം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സാമൂഹിക സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. ഈ സാമൂഹിക സ്ഥാപനങ്ങളുടെയൊക്കെ നിലനിൽപ്പും അവയുടെ ധർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുമ്പോഴാണ് സമൂഹം ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നത്. ബ്രിട്ടീഷ് സാമൂഹിക നരവംശാസ്ത്രജ്ഞനായ റാഡിക്ലിഫ് ബ്രൗണാണ് ഇതിൻ്റെ തുടക്കക്കാരൻ. സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് എന്നുള്ള ഈ ഒരു അപ്രോച്ച് തുടങ്ങി വെച്ചത്, ഇതിൻ്റെ ഉപജ്ഞാതാവ് ബ്രിട്ടീഷ് സാമൂഹിക നരവംശാസ്ത്രജ്ഞനായ റാഡിക്ലിഫ് ബ്രൗണാണ്. സാമൂഹിക സംസ്കാരം അതിൻ്റെ ഘടനയിൽ നിലനിൽക്കുന്നു. സാമൂഹിക സംസ്കാരം അതിൻ്റെ ഘടനയിൽ നിലനിൽക്കുന്നു എന്ന് അദ്ദേഹം വാദിച്ചു. ചുരുക്കത്തിൽ സാമൂഹിക സ്ഥാപനങ്ങളും അവയുടെ നിർവഹണങ്ങളും എല്ലാം ചേർന്നതാണ് സമൂഹത്തിൻ്റെ ഒരു ഘടന രൂപപ്പെടുന്നത്. എം.എൻ. ശ്രീനിവാസ്, ആർ.കെ. മുഖർജി, ഡി.എൻ. മജുംദർ, അസിദുബൈ എന്നിവർ ഘടനാവാദികളായ ഇന്ത്യൻ സാമൂഹ്യ ശാസ്ത്രജ്ഞരാണ്. ഘടനാവാദികൾ ഇന്ത്യൻ സമൂഹത്തിൻ്റെ പഠന വിധേയമാക്കിയ ശാസ്ത്രജ്ഞരും അവരുടെ ഗ്രന്ഥങ്ങളും. അസിദുബൈ ഇന്ത്യൻ വില്ലേജസ്, ആർ.കെ. മുഖർജി റൂറൽ എക്കോണമി ആൻഡ് പോപ്പുലേഷൻ. ഈ നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ ഏറ്റവും ലോകത്ത് തന്നെ ശ്രദ്ധാകേന്ദ്രമായി തീർന്ന സോഷ്യോളജിസ്റ്റാണ് എം.എൻ. ശ്രീനിവാസ്. എം.എൻ. ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ ഓരോ കണ്ടെത്തലുകളും ഇന്ത്യൻ സോഷ്യോളജിയിൽ വളരെയധികം നിർണായകമായ ഒരു വലിയ മുന്നേറ്റങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനമായ ഒരു കണ്ടെത്തലായിരുന്നു സോഷ്യൽ ചേഞ്ച് എന്നുള്ളത്. സമൂഹം കാലക്രമേണ മനുഷ്യൻ മാറി മാറി വരുന്നു എന്നുള്ളത്, സാമൂഹിക ക്രമത്തിൽ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കണ്ടെത്തലാണ്. മനുഷ്യന് ഓരോ കാര്യങ്ങൾക്കും മാറ്റം വരുന്നത് പോലെ മനുഷ്യനും മാനുഷിക ജീവിതത്തിൽ സമൂഹത്തിനും മാറ്റങ്ങൾ വരുന്നുണ്ട്. സമൂഹത്തിൻ്റെ ധാരണകൾക്കും ഒക്കെ മാറ്റം വരുന്നുണ്ട്. നമുക്കറിയാം, കുറച്ചു കാലം മുമ്പുണ്ടായിരുന്ന പല വിഷയങ്ങളിലും കുറച്ചു കാലം മുമ്പുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല കുറച്ച് കാലങ്ങൾക്ക് ശേഷം സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. അത് മാറിയിട്ടുണ്ടാകും. അങ്ങനെ സമൂഹത്തിൽ മാറ്റങ്ങൾ, സോഷ്യൽ ചേഞ്ച്, സമൂഹത്തിന് മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടായിരുന്നു.
അതുപോലെ റിലീജിയൻ ആൻഡ് സൊസൈറ്റി. മതത്തിന് പിന്നെ ഈ സമൂഹത്തിൽ ഉള്ള സ്വാധീനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ. ഈ സമൂഹം അതിൻ്റെ ഘടനാപരമായി ഈ നിലനിൽപ്പ് ഉണ്ടായി തീരുന്നതിന് മതപരമായ നല്ല കാഴ്ചപ്പാടുകളുണ്ട്. മതം ഇതിന് വലിയ ദൗത്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. അദ്ദേഹം കണ്ടെത്തിയ മറ്റൊരു കാര്യമായിരുന്നു സംസ്കൃതൈസേഷൻ എന്നുള്ളത്, സംസ്കൃതവൽക്കരണം. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഉയർന്ന ജാതിക്കാരുടെ അവരുടെ പിന്നെ സൗകര്യങ്ങളും അവർക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന അംഗീകാരങ്ങളൊക്കെ കണ്ട് അതിലേക്ക് മാറുന്ന ഒരു പ്രക്രിയയാണ് സംസ്കൃതൈസേഷൻ എന്നുള്ള ടേം കൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചത്. സംസ്കൃതൈസേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ ലോ ഹിന്ദു കാസ്റ്റ് or a tribal or other group changes its custom, ritual, ideology and way of life in the direction of high and frequently it is born caste. So താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ വിശ്വാസാചാരങ്ങളൊക്കെ അനുഷ്ഠാനങ്ങളൊക്കെ പിന്തുടർന്ന് ആ ഒരു ജാതിയിലേക്ക് മാറിപ്പോകുന്ന, ആ ജാതിയിലേക്ക് ചേക്കേറുന്ന, ആ ജാതിയെ സ്വീകരിക്കുന്ന ഒരു പ്രവണതയെയാണ് സംസ്കൃതൈസേഷൻ എന്നുള്ള ടേം കൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിനായി പലപ്പോഴും നോൺ വെജിറ്റേറിയൻ ആയിരുന്ന ആളുകളൊക്കെ വെജിറ്റേറിയനിലേക്ക് മാറുന്നു. അങ്ങനെ ജോലിയിൽ താഴ്ന്ന ആളുകളുടെ ജോലി ചെയ്തിരുന്ന ആളുകളൊക്കെ വലിയ ഉയർന്ന ജാതിക്കാർ ചെയ്യുന്ന ജോലി ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പതിയെ അവർ ആ ഒരു ജാതിയിലേക്ക്, ഉയർന്ന ജാതിയിലേക്ക് മെല്ലെ മാറുന്ന ഒരു സംവിധാനം ആണ് സംസ്കൃതൈസേഷൻ എന്നുള്ള ഒരു കാര്യം കൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കണ്ടെത്തലായിരുന്നു ഡൊമിനൻ്റ് കാസ്റ്റ് എന്നുള്ളത്. ഡൊമിനൻ്റ് കാസ്റ്റ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ചില ഏരിയകളിൽ ഒരു പ്രത്യേക ജാതിക്ക് മേൽ കൈ ഉണ്ടായിരിക്കും. അവർക്കായിരിക്കും അവിടെ പൊളിറ്റിക്കൽ പവറുകളും മറ്റുള്ളതൊക്കെ. ആ ഒരു ജാതിയിൽപ്പെട്ട ആളുകൾക്ക് സ്വാഭാവികമായി മറ്റുള്ള ആളുകൾക്കിടയിൽ ഒരു ആദരവും ബഹുമാനവും ഒക്കെ ലഭിക്കുന്നതായി കാണാം. ആ ഒരു ജാതിക്ക് മറ്റുള്ള ജാതികളുടെ മുകളിൽ ഒരു ആധിപത്യം ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. അവർക്കായിരിക്കും രാഷ്ട്രീയപരമായും മറ്റും ഒക്കെ മേൽക്കൈ ഉണ്ടായിരിക്കുക, പൊളിറ്റിക്കൽ പവറൊക്കെ അവർക്കായിരിക്കും ഉണ്ടാവുക. സംസ്കൃതൈസേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അടുത്താണ് ഡൊമിനൻ്റ് കാസ്റ്റ്. ഈ ഡൊമിനൻ്റ് കാസ്റ്റ് ഉണ്ടായിത്തീരുന്നതിന് ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ലാൻഡ് ഓണർഷിപ്പ് എന്നുള്ളത്. നമുക്കറിയാം കുറഞ്ഞ ആളുകൾക്കായിരിക്കും സമ്പത്ത് ഉണ്ടായിരിക്കുക, ലാൻഡ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ കുറഞ്ഞ ആളുകളുടെ കയ്യിൽ ഭൂവുടമകൾ വലിയ ഭൂസ്വത്തുകളൊക്കെ ഭൂവുടമകൾ കൈക്കലാക്കി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ പിന്നെ ഇവരുടെ തൊഴിലാളികളായി ഇവർക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ ഇവർക്ക് മേൽക്കൈ ഉണ്ടായിത്തീരുന്നു. അതുപോലെ തന്നെ ഡൊമിനൻ്റ് കാസ്റ്റ് ആയിത്തീരുന്നു മറ്റൊരു കാരണമാണ് ന്യൂമറിക്കൽ സ്ട്രെങ്ത് എന്നുള്ളത്. ആ ഒരു ജാതിയിൽപ്പെട്ട ആളുകൾ, ഏതൊരു ജാതിയിൽപ്പെട്ട ആളുകളാണോ ഏറ്റവും കൂടുതലുള്ളത് അവർക്ക് മൈനോറിറ്റിയായ ജാതിക്കാർ, അവർ ഉയർന്ന ജാതിയാവട്ടെ, അവർക്ക് മറ്റുള്ളവരെക്കാളും ഈ കൂടുതൽ ആളുകളുള്ള ന്യൂമറിക്കൽ സ്ട്രെങ്ത് കൂടുതലുള്ള ആളുകൾക്ക് ഒരു മേൽക്കൈ ഉണ്ടാവുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ക്ഷത്രിയന്മാർ ചിലപ്പോൾ ബ്രാഹ്മണന്മാർ വളരെ എണ്ണത്തിൽ കുറവായിരിക്കും, ക്ഷത്രിയന്മാരായിരിക്കും കൂടുതൽ. പലപ്പോഴും അവർക്ക് അത് കാരണത്താൽ എണ്ണത്തിൽ കൂടുതലാണ് എന്ന കാരണത്താൽ പലപ്പോഴും അവർക്ക് പവറും ഡൊമിനൻ്റ് കാസ്റ്റ് ആയിത്തീരാൻ സാധിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ഈ ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ സ്ഥലങ്ങളിലും മറ്റുമൊക്കെ യാത്ര ചെയ്ത് വിദ്യാഭ്യാസം നേടാൻ സാധിക്കും. വിദ്യാഭ്യാസം നേടി വരുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ള ആളുകളിൽ നിന്നും ഒരു റെസ്പെക്റ്റ് നേടാൻ സാധിക്കുന്നു. അതുപോലെ ജോബ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അർബൻ സോഴ്സസ് ഓഫ് ഇൻകം. വില്ലേജിൻ്റെ ഭരണകാര്യങ്ങളിലും മറ്റുമൊക്കെ ഇവർക്ക് നിയമനം ലഭിക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ള ആളുകളൊക്കെ ഇവരുടെ കീഴിലായി വർക്ക് ചെയ്യുന്നു. അതുപോലെ ഇവർ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റ്. ഈ ജാതിയിൽ പെട്ട ആളുകൾക്ക് രാഷ്ട്രീയപരമായി മേൽക്കൈ ലഭിക്കുമ്പോൾ മറ്റുള്ള ജാതികളൊക്കെ ഇവരുടെ കീഴിലായി വരുന്നു.
അപ്പോൾ ഇതിൽ പ്രധാനമായി നമ്മൾ പറഞ്ഞത് സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ചിനെ കുറിച്ചാണ് ഈ ഒരു ഇതിൽ പറഞ്ഞത്. ഘടനാപരമായ നിർവഹണപരമായ സമീപനത്തിലൂടെ ഒരു സമൂഹത്തെ വിലയിരുത്തുന്നതിനെയാണ് സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് ചർച്ച ചെയ്തു, എം എൻ ശ്രീനിവാസ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്തു. താങ്ക് യു വെരി മച്ച്.